ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് RSSനെ അതിൻ്റെ എല്ലാ രൂപഭാവങ്ങളിലും അതിശക്തമായി എതിർത്ത് പരാജയപ്പെടുത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശ്രീമാൻ പിണറായി വിജയനും ആ റെക്കോർഡൊന്നും അവകാശപ്പെടാനില്ല. അവർക്ക് ഓരോ സന്ദർഭങ്ങളിലും തരാതരം RSSുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവർ. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമ്മുടെ തൃശ്ശൂരിലെ BJP നേതാവ് സുരേഷ് ഗോപിയുടെ വിജയം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് മറിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. അല്ലെങ്കിൽ വിജയിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ കൃത്യമായും കാരണം മുഖ്യമന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട്. ഒരു അന്വേഷണ മുഖ്യമന്ത്രി ഇരുമ്പഴിക്കുള്ളിലായിരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് RSസുമായൊരു പാലമിടേണ്ട ആവശ്യമാണ്. കാരണം അദ്ദേഹത്തെയും അതുപോലെ തന്നെ BJP തന്നെ കൂട്ടിയിണക്കുന്ന പാലമായിട്ട് കുറേ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കേരളത്തിൽ വന്ന് പുനരധിവാസം നടത്തപ്പെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അവരാണ് ഈ പാലമായിട്ട് വർത്തിക്കുന്നത്. അവരെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അതൊക്കെ തന്നെ അന്വേഷിക്കപ്പെടാൻ ഇതുവരെ അവസരമുണ്ടാക്കിയിട്ടില്ല എന്ന് വരുമ്പോൾ ആ കേന്ദ്ര ഏജൻസികൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പ്രബുദ്ധ കേരളം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. AM ഷംസീറിനെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ബേസിക്കലി. ആ കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ പറയാൻ സാധിക്കുമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയിലെ RSS കണ്ടതിൽ എന്താണ് തെറ്റെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീമാൻ പിണറായി വിജയനും ഷംസീറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. ഈസ് എ പാമ്പേർഡ് ബോയ്. പിണറായി വിജയൻ താലോലിച്ച് വളർത്തിയ ഒരു നേതാവാണ് ഷംസീർ. അതുകൊണ്ട് ഷംസീർ അത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തലശ്ശേരിക്കാരനായ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം നടത്തിയ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടുകൂടി നടത്തിയ ഒരു പ്രസ്താവന സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അത് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തും അതിശക്തമായ പ്രതിഷേധം CPI അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം കണ്ണൂരിൻ്റെ സ്പന്ദനം, അതിൻ്റെ വികാരം കൃത്യമായിട്ടും അറിയുന്ന ഒരാളാണ് ഞാൻ. അവരൊക്കെ തന്നെ ഇതിൽ അതിശക്തമായ അമർഷമുള്ളവരാണ്. ആ അമർഷം എല്ലായിടത്തും ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്താണ് സംശയം? അദ്ദേഹം ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലോ ആൻഡ് ഓർഡർ അതിന് ചുമതലയുള്ള ADGP, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ADGP, മാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളുടെയും കാവൽക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം യാദൃച്ഛികമായിട്ട് RSS നേതാക്കന്മാരെ പോയി കാണുമെന്ന് പറഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ സാധിക്കും? ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവുമില്ലാതെ പോകില്ല എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. അദ്ദേഹം എന്നും ഒളിച്ചോട്ടക്കാരനല്ലേ. അദ്ദേഹം ധീരനാണെന്നൊക്കെ തന്നെ പറയൂ. പക്ഷെ അതുപോലെ അദ്ദേഹത്തെ പോലെ ഭീരുവായിട്ടൊരു മനുഷ്യനുണ്ടോ? കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഓർത്തുകൊണ്ട് അദ്ദേഹം ഉറങ്ങാത്ത രാത്രി കാണാൻ കുറേ കാലമായിട്ടുള്ളത്. അതിന് രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം ചില കുറുക്കു വിദ്യകളൊക്കെ തന്നെ നടത്തിയേ മതിയാകൂ എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ വിദ്യകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PV അൻവറിന്റെ കഴിഞ്ഞകാല ചരിത്രമൊന്നും വെള്ളപൂശാൻ ഞാൻ ആഗ്രഹിക്കില്ല. എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്? ADGP അജിത് കുമാർ അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനോട് താരതമ്യപ്പെടുത്തേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവവഹമായ ഒരു പ്രസ്താവനയാണ്. മാത്രമല്ല അദ്ദേഹത്തെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കുപ്രസിദ്ധ കുറ്റവാളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടില്ല കണ്ടില്ല എന്നടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സാധ്യമല്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സ്വതന്ത്ര MLA ആണ് അദ്ദേഹം. മുഖ്യമന്ത്രിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയെ അങ്ങനെ ലാഘവബുദ്ധിയോടൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി പലപ്പോഴും സംശയം ഉണ്ടായിട്ട് കഴിഞ്ഞ കാലത്ത്. പക്ഷേ ഈ സംഭവമായിട്ട് കൂട്ടി അതൊന്നും തന്നെ യോജിപ്പിക്കേണ്ടതായിട്ടില്ല. അദ്ദേഹം പറയുന്ന കാര്യം പ്രസക്തമാണോ എന്ന് മാത്രമേ ഇപ്പം അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ. CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കടുത്ത വിമർശനമല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായിട്ട് എത്രയും വലിയ പരാജയം എന്താണ്?
മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരായിട്ടുള്ള, മുഖ്യമന്ത്രിയുടെ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിജയത്തായിട്ടല്ലേ എന്നെ കാണേണ്ടത്. അതിശക്തമായ അമർഷമല്ലേ പിണറായി വിജയന്റെ ഗവൺമെന്റിനായിട്ടുള്ളത്. അതിന്റെ പ്രതിഫലമായിട്ടാണ് എന്നെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. PV അൻവർ അങ്ങനെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് കോൺഗ്രസ് അല്ലേ? ഈ പറയുന്ന പോലെ അങ്ങനെ മത്സരിക്കാൻ സാധിക്കുമോ കോൺഗ്രസ് പാർട്ടിയിൽ? ഒരിക്കലും സാധിക്കില്ല. താല്പര്യം പ്രകടിപ്പിച്ചാലൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുൻസി, ആ കോൺസ്റ്റിറ്റ്യുൻസി ഞങ്ങളുടെ ഉരുക്കുകോട്ടയാണ്. ആ ഉരുക്കുകോട്ടയിൽ നമ്മളെന്തിനാണ് സീറ്റ് കൊടുക്കേണ്ട കാര്യം? കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്നാം തരം കാൻഡിഡേറ്റ്സ് അവിടെ നിലമ്പൂരിൽ മത്സരിക്കാനുണ്ട്. അങ്ങനെ PV അൻവറിന് സീറ്റ് കൊടുക്കുന്ന ഒരു പ്രശ്നം കോൺഗ്രസ് ഉത്ഭവിക്കുന്നില്ല. അത്തരം ആളുകൾ ഞങ്ങൾക്ക് വേണ്ട, അത്തരം ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് വേണ്ട. അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്റ്റൽമാരായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങൾക്ക് എന്തിനാവശ്യം? മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്നത്. RSSും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമായാണ് ADGP MR അജിത് കുമാർ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കുന്നതിനാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയതെന്നടക്കമുള്ള ആരോപണങ്ങളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നുകുഴിച്ചു മൂടിയത് ആസൂത്രിതമെന്ന് പോലീസ്. സുഭദ്ര കൊല്ലപ്പെടും മുൻപേ വീടിന് പുറകുവശത്ത് പ്രതികൾ കുഴിയെടുത്തതായി പോലീസ് പറയുന്നു.